മേ ബി മാഡം അതുകൊണ്ടായിരിക്കും. കാരണം ചില ആരാധനാലയങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് അവര് ബിക്കോസ് ദാറ്റ് ഇസ് ഓവർ, അവരുടെ കർമ്മം തീർന്നു. പിന്നെ പലരും ഈ റീസെന്റ് സം ഫേമസ് പീപ്പിൾ ഓൾസോ ഡൈഡ് ലൈക്ക് ദാറ്റ്. Namah Shivaya. പിന്നെ ഫാമിലി കോൺസ്റ്റലേഷന്റെ ഒരു ബ്രാഞ്ച് ഓർഗനൈസേഷണൽ കോൺസ്റ്റലേഷൻ ആണ്. ഓർഗനൈസേഷണൽ കോൺസ്റ്റലേഷൻ ഒരു ഏത് ഓർഗനൈസേഷൻ വേണമെങ്കിലും ആവാം, ഒരു NGO വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിലും ആവാം. ഏതെങ്കിലും ഒരു ഓഫീസിലോ ഓർഗനൈസേഷനിലോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും പറയണത് കേട്ടും കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇതാണ് പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഇറ്റ് വർക്ക്സ് ഓൺ കളക്റ്റീവ് കോൺഷ്യസ്നെസ്. ഇപ്പൊ എനിക്കൊന്ന് എന്തെങ്കിലും ഫീൽ ചെയ്താൽ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ബേസ്, ഫാമിലി കോൺസ്റ്റലേഷന്റെ ബേസ്. അതിന്റെ ബേസ് ഫാമിലി കോൺസ്റ്റലേഷൻ തന്നെയാണ്. പക്ഷെ ഓർഗനൈസേഷൻ കോൺസ്റ്റലേഷനിൽ മനുഷ്യരെ പറ്റിയിട്ടല്ല, ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഈ ഹിപ്നോതെറാപ്പി, ഹിപ്നോസിസ്, അപ്പൊ ഇതിന്റെ എന്താ പറയാ, അതിന്റെ കൂടുതലായ പഠനങ്ങൾ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലാണോ? ആക്ച്വലി ഇവിടെ എല്ലാം ഉള്ളതാണ്. എല്ലാം ഇവിടെ ഉണ്ട്, പിന്നെ എല്ലാം ഓൺലൈനും ഉണ്ട്. പല ആളുകളും ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ഹിപ്നോതെറാപ്പി ബൈ ഇറ്റ് സെൽഫ് ഫുൾ ഫ്ലെഡ്ജ്ഡ് 1 year കോഴ്സാണ് ഇപ്പൊ ഇവിടെയും. പിന്നെ ട്രാൻസ്പേഴ്സണൽ റിഗ്രഷൻ തെറപ്പി 1.5 years കോഴ്സാണ്. അപ്പം വെരി ഡീറ്റെയിൽഡ്. ഇപ്പൊ കൂടുതലും നമ്മൾ കേൾക്കുന്നത് ഡോക്ടർ ന്യൂട്ടൺ കൊണ്ടാവട്ടിയുടെ സ്റ്റോറീസ് ആണ് കൂടുതലും കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ, അപ്പൊ അതിനെ കുറിച്ച് മാഡം എന്താ പറയുന്നത്? എനിക്ക് അത്രയ്ക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും. ഭാഗ്യലക്ഷ്മി മെഡിക്കൽ ഡോക്ടർ അല്ലേ? അല്ല, ഐ തിങ്ക് ഹി ഈസ് എ സൈക്കോളജിസ്റ്റ് ഡോക്ടർ. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഹി വാസ് മെഡിക്കൽ. ഐ മെറ്റ് ഹിം many years back. പക്ഷെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും അത്ര ഞാൻ ഫോളോ ചെയ്യാറില്ല. ബാംഗ്ലൂർ എല്ലാ കൊല്ലവും ഒരു റിട്രീറ്റ് മാതിരി ചെയ്യും. അപ്പോ ഈ പിന്നെ എന്താണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ കുറിച്ച് നമ്മുടെ നോർമലി എത്ര ജന്മങ്ങളായിരിക്കും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകം എത്ര ജന്മങ്ങളാണെന്ന് ഇല്ല. പക്ഷേ 7 ജന്മം വരെയാണ് മാക്സിമം ഇഫക്റ്റ് ഈ ജന്മത്തിൽ ഉണ്ടാവുക, ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. അപ്പൊ മിക്കവാറും ആ 7 ജന്മത്തിന്റെ അകത്ത് കാണും. അതിനെക്കാട്ടിലും കൂടുതലുണ്ടായിരിക്കും. ഞാൻ ഒരു ക്ലയന്റിനെ 99th ജന്മം എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലല്ല. എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അതാണ്, നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. അല്ല, ഈ പറഞ്ഞ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലയന്റ് എന്ത് പ്രോബ്ലം ആയിട്ടാണ് മാഡത്തിന്റെ അടുത്ത് വന്നത്? അത് റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരുന്നു. പക്ഷേ റിഗ്രഷൻ ചെയ്തപ്പം ഷീ സെഡ് that is 99 lives before. അപ്പൊ ഒരു സ്റ്റോൺ ഏജ് മാതിരി അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്യാത്ത സൊസൈറ്റിയിൽ ഉണ്ടായ ഒരു സംഗതി കൊണ്ടാണ് ഈ ഇത് വന്നിരിക്കുന്നത്, ഇപ്പൊ വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇൻ ബിറ്റ്വീൻ പല ലൈഫ്സിലും ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ആദ്യമായിട്ട് വന്നത് ആ ലൈഫിൽ നിന്നാണ്. കംപ്ലീറ്റ് ആയിട്ട് ഹീലായി ഓൾമോസ്റ്റ്. പിന്നെ ഇത് മിക്കവാറും ഒരു സെഷൻ ആയിരിക്കില്ല, പല സെഷനും വേണ്ടി വരും. ചിലപ്പം പല ലൈഫ് ടൈംസും കാണേണ്ടിയും വരും. പിന്നെ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഒരു പ്രോബ്ലം എടുത്ത് നമ്മൾ പോകുമ്പോൾ
ഇതിങ്ങനെ ലേയേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഓരോ ഇഷ്യൂവും ക്ലിയർ ചെയ്താലേ അത് കംപ്ലീറ്റ് റിലീഫ് കിട്ടുള്ളൂ. അങ്ങനെയാണ് എല്ലാത്തിനും. അപ്പോ പിന്നെ അതിന്റെ കൂടെ ചൈൽഡ് തെറാപ്പിയെ കുറിച്ച് മാഡം പറഞ്ഞായിരുന്നു. ഇന്നർ ചൈൽഡ് ദിസ് ലൈഫ് ടൈം. ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് വന്നത് പോലും ഇന്നർ ചൈൽഡാണ്. അപ്പം നമ്മൾ ജനിക്കാൻ കോൺസെപ്ച്വൽ ടൈം മുതൽ ഉള്ള എപ്പോൾ വേണമെങ്കിലും ഇന്നർ ചൈൽഡ് ആവാം. അത് ക്ലിയർ ആയില്ല, ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാം. ഇപ്പൊ നമ്മൾ കൊച്ചിലെ ഞാൻ പറഞ്ഞില്ലേ ഒരു കിണറ്റിൽ വീണു, അതിന്റെ ഇംപ്ലിക്കേഷൻ ഇപ്പം 25-ാമത്തെ വയസ്സിൽ വരാം. അപ്പൊ അത് ഇന്നർ ചൈൽഡാണ്. ആ 3 വയസ്സായ കുട്ടി വീണത് അത് ഇന്നർ ചൈൽഡാണ്. അതിനെ ഹീൽ ചെയ്യുമ്പോൾ 25-ാമത്തെ വയസ്സിലെ ക്ലോസ്ട്രോഫോബിയ, ഒരു ലിഫ്റ്റിൽ കയറാൻ വയ്യ, എനിക്ക് ഇതിന്റെ അകത്ത് നിൽക്കാൻ വയ്യ, ഭയങ്കര ആങ്സൈറ്റിയും സഫോക്കേഷനും ഒക്കെ വരും. അത് ഫിസിക്കലായിട്ട് തന്നെ വരും, അത് മെന്റൽ മാത്രമല്ല, ചിലപ്പോ ഫിസിക്കലായിട്ട് തന്നെ വരും. എനിക്കിവിടെ നിൽക്കാനേ വയ്യ എന്ന് പറഞ്ഞാൽ ഓടും. അങ്ങനെയൊക്കെ ഉള്ളപ്പം ചിലപ്പം ഇത് ഇന്നർ ചൈൽഡ് മാത്രമായിരിക്കും, അല്ലാതെ പാസ്റ്റ് ലൈഫിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതുമാതിരി തന്നെ പിന്നെ പല യൂറോപ്പിൽ എസ്പെഷ്യലി പല ഇത് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. വാർ ടൈമിൽ ജനിച്ച ആളുകൾക്ക് അവർക്ക് ഫ്ലൈ ചെയ്യാൻ പ്രയാസം, ഫ്ലൈ ചെയ്യാൻ ഫോബിയാണ്. അപ്പോൾ എയർക്രാഫ്റ്റിൽ കയറില്ല. They might have died in an aircraft. അതുമാതിരി ഒരാൾ ഡ്രൗൺ ചെയ്ത് മരിച്ചു. അപ്പം വാട്ടർ വിൽ ബി എ പ്രോബ്ലം. വെള്ളത്തിലോട്ട് ഇറങ്ങില്ല. അവിടെ സീസൈഡിൽ പോയാലും കാല് പോലും നനയ്ക്കില്ല, അല്ലെങ്കിൽ ഒരു കുളത്തിൽ ഇറങ്ങില്ല. അങ്ങനെ അതൊക്കെ ഒരു ഫിയർ ആയിരിക്കും. അതൊക്കെ ഇന്നർ ചൈൽഡിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ആയിരിക്കും. അപ്പൊ നോർമലി നമ്മുടെ റേക്കി ഹീലിംഗിൽ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഇന്നർ ചൈൽഡ്, മിഡിൽ മാൻ, ഹയർ സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്നർ ചൈൽഡും ആ ഇന്നർ ചൈൽഡും തമ്മിൽ ക്വൈറ്റ് ഡിഫറൻറ്റ് അല്ലേ? അല്ല, it's the same. Inner child is always the same. പക്ഷേ ആ ഹീലിംഗ് ഏത് ലെവലിലാണ് ചെയ്യേണ്ടതെന്നേ ഉള്ളൂ വ്യത്യാസം. ഇനി ഇത് ഒരു മോഡാലിറ്റിയും പ്രത്യേകം ഓരോന്നും ഓരോ ആളുകൾക്ക് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഹിപ്നോതെറപ്പി നടക്കുന്ന വിചാരിക്കണ്ട. അതുമാതിരി തന്നെ റേക്കിയും, ചിലർക്ക് റേക്കി നല്ലതാണ്, പക്ഷെ ചിലർക്ക് ആ ഈ ഞാൻ പറഞ്ഞത് മാതിരി ലോജിക്കലായിട്ട് അറിയണം എന്നുള്ളവർക്ക് റേക്കി മേ നോട്ട് വർക്ക്. ഇതെന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് ശരിയാവുമോ എന്നൊരു ഫീലിംഗ് കാണും. പക്ഷെ അല്ലാത്തവർക്ക് അത് നടക്കും. പിന്നെ റേക്കിയിലും വേറെ സംഗതികളൊക്കെ ഉണ്ട്. Reiki is energy healing. We are all energy beings having a human experience. അപ്പോൾ ഈ റേക്കി ഒക്കെ ചെയ്യുമ്പോൾ the healing is at the soul level. ഇപ്പൊ ഒരു ആള് വളരെ ബാഡ് കണ്ടീഷനിൽ ഹെൽത്ത് വൈസ് ഇരിക്കുകയാണെന്ന് വയ്ക്കും. അപ്പൊ നമ്മൾ റേക്കി ചെയ്യണം, ആ ആളുടെ സോൾ will choose to leave the body. അതിന് നമുക്ക് കൺട്രോൾ ഇല്ല. നമുക്ക് ഹീൽ ചെയ്ത് വിടാവുന്നേ ഒക്കെ ഉള്ളൂ. അല്ലാതെ അത് ഇങ്ങനെ തന്നെ ഹീൽ ചെയ്യണം, ഹീൽ ചെയ്തിട്ട് തിരിച്ച് ഈ ജന്മത്തിൽ തന്നെ കുറെ നാൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. നമ്മള് സോൾ ലെവലിലാണ് ഹീൽ ചെയ്യണത്. അപ്പൊ ആ ഹീലിംഗ് ചെയ്യുമ്പം ഈ ബോഡി ഇനി കൊള്ളൂല, നമുക്ക് വേറെ ബോഡി എടുക്കാം എന്ന് സോള് ഡിസൈഡ് ചെയ്യും. അപ്പൊ ആ ഒരു പ്രോപ്പർ അവയർനെസ് ഇല്ലെങ്കിൽ ബ്ലെയിം യു. അങ്ങനെ ഒരു ഭയങ്കര ഇൻസിഡൻസ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. മേ ബി മാഡം അതുകൊണ്ടായിരിക്കും, കാരണം ചില ആരാധനാലയങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് അവര് ബിക്കോസ് ദാറ്റ് ഈസ് ഓവർ, അവരുടെ കർമ്മം തീർന്നു. പിന്നെ പലരും ഈ റീസെന്റ് some famous people also died like that. അവര് അവരുടെ ഫാമിലി ടെമ്പിളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ വഴിയിൽ വെച്ച് മരിച്ചു. അങ്ങനെ എത്ര ബസ്സസ് ആണ്
പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പം അതെ അതെ മരിച്ചു പോണത്. അപ്പൊ റാഷണലിസ്റ്റുകൾ ഭയങ്കരമായിട്ട് അതിനെ ഇങ്ങനെ ടീസ് ചെയ്യാറുണ്ട്. ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് വന്നപ്പോഴിങ്ങനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞു. കാര്യമുണ്ട്, അതിനും കാര്യമുണ്ട്. ദ സോൾ ലെവൽ ദേ ഹാവ് ഹീൽഡ്. അപ്പൊ ഈ ജന്മത്തില് ഒരു റെലവൻസ് ഇല്ല. ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഇറ്റ്സ് സെയിം. അവര് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് എല്ലാം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പോവാം. ആക്ച്വലി നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മൾ ഈ പറയുന്ന ഈ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഹെൽപ്ലെസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, മീൻസ് നമ്മൾ ഈ ടോട്ടലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഡ്രാമ മാത്രമാണ് എന്ന് ഒരു ഫീലോട് കൂടി കണ്ടാൽ ഇറ്റ്സ് ഓക്കേ. ഹീല് ചെയ്യണ്ട, അപ്പൊ പോവില്ല. അല്ല, അതല്ല ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു സംഗതികളില്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ. അതെ, പലതും നമ്മൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും പലതും ഇപ്പോഴും നമ്മുടെ അവയർനെസ്സിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതെ 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 അതെ, അത് വെറുതെ പറയാൻ വേണ്ടി പറയാം. നമ്മുടെ എക്സ്പീരിയൻസ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്രയും പറയാം. അതെ അതെ അതെ. പക്ഷെ അതിലും വളരെ കൂടുതലാണ് ഇതിന്റെയൊക്കെ ഇംപ്ലിക്കേഷൻസ്. അപ്പൊ ഈ ട്രാൻസ്പേഴ്സണൽ അതിനെ കുറിച്ചൊന്ന്. ട്രാൻസ്പേഴ്സണൽ റിഗ്രഷൻ തെറപ്പി ഇസ് ഓൾസോ ലൈക്ക് ഹിപ്നോതെറപ്പി. ബേസ് ഹിപ്നോതെറപ്പി തന്നെയാണ്, പക്ഷേ ഇറ്റ് ഗോസ് ഡീപ്പർ. ഞാൻ ഈ പറഞ്ഞില്ലേ ലെയേഴ്സ് ഉണ്ടെന്ന്. അപ്പൊ ഓരോ ലെയറിന്റെ അകത്തോട്ടും പോയിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ ബോഡിയുടെ ചുറ്റായുള്ള ഒരു 7 പ്ലെയിനുകൾ സാധാരണ പറയാറുണ്ടല്ലോ. പക്ഷെ അത് എനർജി ഹീലിംഗിലേ വരുള്ളൂ. അല്ല, അവിടെ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആണോ ഈ കർമ്മയുടെ എലമെന്റ്സ് കിടക്കുന്നത്? ഷുവർ. പക്ഷെ അങ്ങനെ അല്ല ഹീൽ ചെയ്യണത്. ലെയർ എന്ന് പറയുമ്പം ഇറ്റ്സ് എ മെന്റൽ ലെയർ. അപ്പം ഓരോ ലെയറും ക്ലിയർ ചെയ്യാൻ റിഗ്രഷൻ തെറപ്പി ഈസ് സംടൈംസ് മച്ച് ഫാസ്റ്റർ ദാൻ ഹിപ്നോതെറപ്പി. അപ്പൊ ഈ ഇന്നത്തെ മോഡേൺ ഡോക്ടേഴ്സിന് വളരെ കീറാമുട്ടിയായിരിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം നമുക്കിപ്പം അറിയാം, ബൈപോളർ നമ്മൾ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില പർട്ടിക്കുലർ ആയിട്ടുള്ള മാനസിക രോഗങ്ങൾ. അപ്പൊ മാഡത്തിന്റെ 2 വർഷത്തെ ഹീലിംഗ് ലൈഫില് മാഡം അതിന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ കണ്ടെത്തിയിട്ടുണ്ടോ അങ്ങനെ വരുന്നതിന്? പല റീസൺസും കണ്ടെത്താൻ പറ്റും. അതെ അതെ. അത് പലതും ഇന്നർ ചൈൽഡ് ആയിരിക്കും, പലതും പാസ്റ്റ് ലൈഫ് ആയിരിക്കും, പിന്നെ ആൻസെസ്ട്രൽ ഹീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനൊരു പർട്ടിക്കുലർ റീസൺ ആയിട്ട് കാണാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ബൈപോളാറിന് ഇന്നതാണെങ്കിൽ ബൈപോളാർ വരാൻ സാധ്യത. അത് അങ്ങനെ ഒരു പർട്ടിക്കുലർ റീസൺ മാത്രമേ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല. ഇറ്റ് ഈസ് ഇൻഡിവിജ്വലിസ്റ്റിക്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും ബൈപോളർ വരുന്നത്. It could also be another energy in this person. So that also could be. Okay. നമ്മുടെ ഈ ബാധ എന്ന് പറയുന്നത്, പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബൈപോളറിന് അതിനാണോ കൂടുതൽ സാധ്യത? അത് ഒരു സാധ്യതയാണ്, അല്ലാതെ ഞാൻ പറയില്ല അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഒരു സാധ്യതയാണ്. കാരണം 2 എക്സ്ട്രീം ഡിഫറെന്റ് മൂഡുകളിലാണ്, ഐദർ എക്സ്ട്രീംലി ഹാപ്പി അതർ എക്സ്ട്രീംലി സാഡ്. അപ്പൊ ഇതിന് എന്താണ് അതിനൊരു പർട്ടിക്കുലർ റീസൺ എന്നുള്ളതാണ്? ഒരു റീസൺ അല്ല, അതിന് പല റീസണും. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് നോക്കിയിട്ട് വേണം അത് പറയാൻ. അല്ലാതെ അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പിന്നെ ആൻസെസ്ട്രൽ ആവാം, എപ്പോഴെങ്കിലും ഒരു അത് ഫാമിലി കോൺസ്റ്റലേഷനിൽ ബിലീവ് ചെയ്യണതാണ് അതിന്റെ ബേസ്. വൺ ഓഫ് ദ ബേസ് ഇസ് ദാറ്റ് നമ്മുടെ 3 ജനറേഷൻ പിന്നോട്ട് ഇപ്പം ഒരാള് ബൈപോളർ ആയിരുന്നു എന്ന് വെക്കൂ. അപ്പൊ അയാളെ ഇങ്ങനെ ഫാമിലിയിലുള്ളവരൊന്നും റെക്കഗ്നൈസ് ചെയ്യൂല. ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു മുറിയിലിട്ട് പൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ പണ്ടൊക്കെ പിന്നെ ചെയിനിട്ട് കെട്ടി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കും. പിന്നെ അയാളെ പറ്റി ഒന്നും പറയൂല. അപ്പം ഒരു റെക്കഗ്നിഷൻ ഇല്ല ഈ ഫാമിലിയില്. അയാള് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിഞ്ഞോളൂ ബാക്കിയുള്ളവർക്ക്. അങ്ങനെയൊക്കെ വരുമ്പോ 3-4 ജനറേഷൻ കഴിഞ്ഞിട്ട് ഒരു കുട്ടി അയാളുടെ സ്ഥലം എടുക്കും. അപ്പൊ അതേ പ്രോബ്ലം ഇവിടെയും വരും. അതിനെ ഹീൽ ചെയ്ത് അയാൾക്ക് റൈറ്റ്ഫുൾ പ്ലേസ് കൊടുക്കണം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ഫാമിലി കോൺസ്റ്റലേഷൻ. അപ്പൊ അത് ഈ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ആത്മാവ് അശാന്തമായ ഒരു ആത്മാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സംഭവമാണല്ലോ. You can say that. ബാധ എന്നൊക്കെ പറഞ്ഞിട്ട് ബാധ അത് ബാധ മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്.
ഡിസ്റ്റർബൻസ് ഇൻ ദ മൈൻഡ്, ഉം. എന്തെങ്കിലും കുട്ടിക്കാലത്ത് എന്തെങ്കിലും പറ്റിയിരിക്കും, ഉം, ഉം. എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കും. ഉം, ഉം. അത് വെച്ചിട്ട് ബൈപോളർ ആവാൻ സാധ്യതയുണ്ട്. ഉം, 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 ഉം. അപ്പൊ എപ്പോഴും ബാധ തന്നെയാവും എന്ന് പറയാൻ പറ്റില്ല. അല്ല, അതെ 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 അതെ.